എല്ലാവർക്കും ലക്ഷ്മീസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെടി വീഡിയോ ആണ്. എൻ്റെ ഗാർഡനിലെ ഡ്രസീന വെറൈറ്റി ഉള്ള ഒരു ചെടിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. ഇതൊരു ഡ്രസീന വെറൈറ്റി പ്ലാന്റ് ആണ്. ഞാനിത് നഴ്സറിയിൽ നിന്ന് വാങ്ങിയപ്പോൾ അവരിത് ശരിക്കുള്ള പേരെന്താണെന്ന് എനിക്കറിയില്ല. ഡ്രസീന വെറൈറ്റി എന്നാ പറഞ്ഞത്. ഇതൊരു റെയർ പ്ലാന്റ് എന്നാ പറഞ്ഞത്. ശരിക്കും ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റാണ് ഞാൻ ആദ്യം വാങ്ങിയത്. ഇതിങ്ങനെ ഹൈറ്റ് വെച്ച് പോകുന്നുണ്ട്, കണ്ടോ? ഇത്ര ഹൈറ്റിൽ പോകുന്നത് കണ്ടോ? ഇതിന് ഒട്ടും വെയിൽ ആവശ്യമില്ല. പക്ഷെ ഞാൻ ഇതിനെ അറിയാതെ എൻ്റെ ഗാർഡനിൽ വെച്ച് പുറത്ത് വെച്ച് വളർത്തിയതാണ്. എൻ്റെ ഗാർഡൻ എന്ന് പറയുന്നത് നല്ല വെയിലെന്ന് പറഞ്ഞാൽ നേരിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലമാണ്. അങ്ങനെ ഈ ഇലകളൊക്കെ ഇങ്ങനെ മഞ്ഞളിച്ചു പോയത്. അപ്പൊ ഞാൻ പിന്നെ ഈ ഇലകളൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് പിന്നെ വീണ്ടും ഇതുപോലെ കുറച്ച് ചെടി വാങ്ങിയായിരുന്നു. അപ്പൊ അതിന് ഞാൻ ഈ രണ്ട് പ്ലാന്റ് കണ്ടോ, ഇത് ഞാൻ ഈ വീട്ടിനകത്ത് ഇൻഡോർ ആയിട്ട് വളർത്തിയതാ. അപ്പൊ ഇതിന്റെ പച്ചപ്പ് കണ്ടോ, ആ വെയിലൊന്നും കൊള്ളാതെ നല്ല പച്ചപ്പ് കിട്ടുന്നുണ്ടോ? ശരിക്കും വെള്ളം ആവശ്യമുണ്ട് ഇതിന്. എപ്പോഴും മണ്ണിൽ ജലാംശം വേണം ഇതിന്. എനിക്ക് തോന്നുന്നു ഇത് വെള്ളത്തിലിട്ട് വളർത്താൻ തോന്നുന്നു. ലക്കി ബാമ്പ് പോലെ വളർത്തുന്ന ഒരു ചെടിയാണിത്. പിന്നെ ഈ ചെടിക്ക് ഉണ്ട് ഈ ഇങ്ങനെ ഇങ്ങനെ ഇത് മുള പൊട്ടി വരുന്നത് കണ്ടോ? ശരിക്കും ഇത് ബാമ്പു വെറൈറ്റി ആണെന്ന് തോന്നുന്നു. മുള വരുന്നുണ്ടോ ഇത്? അപ്പൊ ഇങ്ങനെ ഈ മുള പൊട്ടി വരുന്നതിനെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നല്ല ഹൈറ്റിലോട്ട് പോകുന്നുണ്ട്. എപ്പോഴും തണൽ ആവശ്യമുള്ള ചെടിയാണ്. വളമൊന്നും വേണ്ട. നമ്മളെ ലക്കി ബാമ്പ് വളർത്തുന്ന പോലെ തന്നെ ഇതും വളർത്താം. അപ്പൊ ഇത് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്താം. പക്ഷെ അധികം വെയിൽ കിട്ടാത്ത സ്ഥലത്ത് തന്നെ ഇത് വളർത്തണം. അപ്പൊ ശരിക്കും ഇതൊരു റെയർ പ്ലാന്റ് തന്നെന്നാ തോന്നുന്നത്. അധികം നഴ്സറികളിലൊന്നും ഞാൻ ഇത് കണ്ടിട്ടില്ല. പക്ഷെ ഇത് അധികം വിലയും ഇല്ല. ഞാൻ ഈ പ്ലാന്റ് വാങ്ങിയത് 30 രൂപയ്ക്കാ. അപ്പൊ ഈ ഇൻഡോർ പ്ലാന്റ്സിനെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഈ ചെടി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക.